നമസ്കാരം. നമ്മുടെ രാജ്യത്ത് തന്നെ ചില പോർട്ടുകളിൽ ഗേറ്റ് വേ കാർഗോ ആരംഭിക്കാൻ 1 വർഷം പോലും ആവശ്യമില്ല. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഒരു 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു സെയിലിംഗ് കമന്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു മെയ് പകുതിയോടെ നമ്മുടെ ഗേറ്റ് വേ കാർഗോ ആരംഭിക്കുമെന്ന്. ഒരു പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ഞാൻ ഈ പ്രസന്റേഷന് തൊട്ട് മുമ്പ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു. മെയ് പകുതി എന്തെങ്കിലും സംഭവിക്കുമോ? ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. അതിനിടയ്ക്ക് ഈ സ്റ്റോറി തന്നെ വേറെ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പേജ് ഞാൻ നോക്കി. ആ റിപ്പോർട്ട് ചെയ്ത സ്റ്റോറി ഞാൻ നോക്കിയപ്പോൾ ആ സ്റ്റോറിയെ കാണാനില്ല. കാരണം എന്താണ്? അവർക്ക് നാണക്കേടായി. അവർ റിപ്പോർട്ട് ചെയ്ത കാര്യം നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഒരു സ്റ്റോറി തന്നെ മുങ്ങിയതാണോ എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിക്കുക. വിഴിഞ്ഞം ഗേറ്റ് വേ കാർഗോ ഓപ്പറേഷൻ സെറ്റ് ഫോർ 2nd week of May. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ സ്റ്റോറി ഞാൻ നോക്കാൻ വേണ്ടി നേരത്തെ വായിച്ചിരുന്നു. അതൊന്നുകൂടി ഞാൻ നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ദിസ് പേജ് ഡസന്റ് എക്സിസ്റ്റ്. മുങ്ങി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നടക്കാതെ വരുമ്പോൾ അവർക്ക് നാണക്കേടാണ്, സെയിലിംഗ് കമന്ററിക്ക് നാണക്കേടാണ്. ഇത് ഒരുപാട് തവണ സെയിലിംഗ് കമന്ററി ഓരോ ഡെഡ് ലൈൻ പറഞ്ഞു പോവുകയാണ്. അവസാനം മെയ് പകുതി എന്നുള്ളത് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് എന്താ ചെയ്യാൻ പറ്റും? അവിടെ ഓടിപ്പോയി ഗേറ്റ് തുറക്കാൻ പറ്റുമോ? എന്നിട്ട് അവരെഴുതിയിരിക്കുന്നത്, sorry, the page you are looking for could not be found. It's just an accident that was not intentional. മനഃപൂർവ്വം ചെയ്തതല്ല, എന്തോ കുഴപ്പം പറ്റിയാണെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് മെയ് 15 അല്ലെങ്കിൽ മെയ് പകുതിയിൽ ഗേറ്റ് തുറക്കുമോ, കാർഗോ പുറത്തോട്ട് പോകുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് ഇന്നിപ്പോ 11 ഒരു നാഥൻ പോലുമില്ല ഈ നാട്ടിൽ. ഇത്രയും കുത്തഴിഞ്ഞ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണോ ജനങ്ങൾ 102 സീറ്റൊക്കെ നൽകിയതെന്ന് ജനങ്ങൾ ചിന്തിക്കണം. അവർക്കിതിലൊന്നും ചിന്തയില്ല. ജനങ്ങൾ ചിന്തിക്കണം. നമ്മൾ ചെയ്ത പാതകമാണോ മഹാപാപമാണോ എന്നൊക്കെ ചിന്തിക്കണം. അതേ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയുള്ള ഒരു പോർട്ടിന്റെ കഥ. ഇറ്റ് ഈസ് ഒഫീഷ്യലി നോൺ ആസ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. കൊൽക്കത്ത പോർട്ടാണ് നമ്മുടെ കിഴക്കൻ തീരത്തുള്ള. ഇറ്റ് ഈസ് ഒഫീഷ്യലി നോൺ ആസ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ആൻഡ് ഇസ് ദ ഓൺലി മേജർ റിവറൈൻ പോർട്ട് ഇൻ ഇന്ത്യ located about 203 kilometers from the sea. നമ്മുടെ കടലിൽ തന്നെയാണ് നമ്മുടെ പോർട്ട്. വേറെ ഉള്ളിലോട്ടം കണ്ടു പോട്ടെ. ഇത് കൊൽക്കത്തയില് ഹാൽദിയ എന്ന് പറയുന്നതാണ് അവരുടെ കടലിലുള്ള പോർട്ട്. ഹാൽദിയ, അവിടെ നിന്നൊക്കെ കപ്പൽ കൊൽക്കത്തയിൽ നിന്ന് വരാറുണ്ട്, ഹാൽദിയയിൽ നിന്ന് വരാറുണ്ട്. അവിടെ നിന്ന് ഹാൽദിയ അഴിമുഖത്ത് നിന്ന് 203 കിലോമീറ്ററാണ് ഹൂഗ്ലി നദിയിലൂടെ ഉള്ളിൽ പോയിട്ടാണ് കൊൽക്കത്ത പോർട്ട്. ആ പോർട്ടിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. നമ്മുടെ ഇവിടെ ബന്ധപ്പെട്ട മുതലാളിമാർ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ അതിനിടയ്ക്ക് അവിടെ നിന്ന് നമുക്ക് ഓരോ മാസവുമുള്ള കണക്കുണ്ടല്ലോ. രാജ്യം മുഴുവനുള്ള പോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടെയ്നറുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അദാനിക്ക് അവിടെയും ഉണ്ട് പോർട്ട്. 50,269 ഒരു ടെർമിനലായിരിക്കും. 50,269 കണ്ടെയ്നർ കഴിഞ്ഞ മാസം. അവിടെ വേറൊരു ടെർമിനൽ ഉണ്ട്, കൊൽക്കത്ത പോർട്ട് ഡോക്ക്. 670, വെറും 670. ഏറ്റവും കുറവ് ഈ കിഴക്കൻ തീരങ്ങളിലാണ്, പോർട്ടുകളിലാണ് ഏറ്റവും. ചെന്നൈയൊക്കെ ഉണ്ട്, അതിനപ്പുറമുള്ള പോർട്ടുകളിൽ വളരെ കുറവാണ്. അപ്പൊ എന്തായാലും കൊൽക്കത്ത പോർട്ട് ഡോക്ക് 670. എന്തായാലും 51,000 കണ്ടെയ്നറാണ് കഴിഞ്ഞ മാസം ഹാൻഡിൽ ചെയ്തത്. അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു? JSW ഇൻഫ്രാസ്ട്രക്ചർ ഗെറ്റ്സ് കസ്റ്റംസ് ക്ലിയറൻസ് ഫോർ കൊൽക്കത്ത കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേഷൻസ്. നൂറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്ന ടെർമിനലാണ്. അവിടെ ചില മിനുക്ക് പണികളൊക്കെ നടത്തി പുതിയ 2 ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ JSW ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ജിൻഡാൽ ഗ്രൂപ്പിന് കൈമാറി. അപ്പൊ അവര് കഴിഞ്ഞ സെപ്റ്റംബറിലാണത് ചെയ്തത്. ദി പെർമിഷൻ വാസ് ഗ്രാന്റഡ് ബൈ ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ എ ട്രേഡ് സർക്കുലർ ഓൺ May 7. 2-3 ദിവസം മുമ്പാണ് അവർക്ക് പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. കസ്റ്റംസിന്റെ ക്ലിയറൻസ് എല്ലാം റെഡിയായി.
നിങ്ങൾക്ക് ഓപ്പറേഷൻ തുടങ്ങാം എന്നുള്ള പെർമിഷൻ അവർക്ക് കിട്ടിയിരിക്കുന്നത് മെയ് മാസം 7-നാണ്. അപ്പൊ ഇങ്ങനെയും ഈ നാട്ടിൽ കസ്റ്റംസ് ഉണ്ട്, കസ്റ്റംസ് പെർമിഷൻ കൊടുക്കാറുണ്ട്, അതനുസരിച്ച് പോർട്ടുകൾ പ്രവർത്തിക്കാറുണ്ട്. എത്രയാണ് 50,000 51,000 കണ്ടെയ്നർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർട്ട്, അതിൽ വേറൊരു ടെർമിനൽ അവരുടെ വ്യാപാരം ഇനി തുടങ്ങണം. ഇവിടെ 12 ലക്ഷവും 13 ലക്ഷവും ഒക്കെ ഹാൻഡിൽ ചെയ്ത ഒരു തുറമുഖമാണ് ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നത്. കോൺട്രാക്ട് തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം പിന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. The company had signed a JSW ആണ്. The company had signed a concession agreement with the Port Authority in September 2025 for a period of 30 years from the date of the concession award. 2025 മുതൽ 30 വർഷത്തേക്കാണ് അവർക്ക് ആ ടെർമിനൽ കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബറിലാണ് കൊടുത്തത്. എത്ര മാസമായി? 8 മാസമായപ്പോൾ തന്നെ അവർ കാര്യങ്ങൾ റെഡിയാക്കി. ഒന്ന്, നമ്മളെപ്പോലെ ബ്രേക്ക് വാട്ടർ എന്നവർക്ക് പണിയുണ്ട, കടലിലല്ല, വളരെ ശാന്തമായ ശാന്തസമുദ്രം പോലെ കിടക്കുന്ന നദീമുഖത്താണ്. നദീമുഖവും അല്ല, നമ്മുടെ വല്ലാർപാടം എന്ന് പറയാവുന്നത് പോലെയുള്ള ഒരു വളരെ ശാന്തമായ ഒരു ജലാശയത്തിലാണ്. ഇപ്പൊ താരതമ്യേന നിർമ്മാണമൊക്കെ എളുപ്പമാണ്. പിന്നെ ഓൾറെഡി അവിടെ ഇതുണ്ട്, ടെർമിനലുണ്ട്. അവിടെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ക്രെയിൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. ദ പ്രോജക്റ്റ് ഇൻവോൾവ്സ് ദ റീകൺസ്ട്രക്ഷൻ, നമ്മൾ പറയുന്നത് തന്നെയാണ്. ദ പ്രോജക്റ്റ് ഇൻവോൾവ്സ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ബർത്ത് നമ്പർ 8 and the mechanization of berths 7 and 8 at നേതാജി സുഭാഷ് ഡോക്ക്. അപ്പൊ ഡോക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അവിടെ ബർത്ത് നമ്പർ 8 ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യണം. മെക്കനൈസേഷൻ ഓഫ് ബർത്ത്സ്, അതിന്റെ മെക്കനൈസേഷൻ, ക്രെയിനും അതുപോലുള്ള സൗകര്യങ്ങളും ഒക്കെ 7-ലും 8-ലും ചെയ്യണം എന്നുള്ളതാണ് കോൺട്രാക്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 8 മാസവും 1 വർഷവും ഒക്കെ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ അവരതൊക്കെ പൂർത്തിയാക്കി എന്നുള്ളതല്ല, പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പെർമിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. എന്താണ് കാരണം? ഇതൊക്കെ നോക്കാൻ മുകളിൽ ഒരു സ്ഥാപനമുണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്, ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് അതോറിറ്റി. നമ്മുടെ അതോറിറ്റി ആരാണ്? ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ്. ഇപ്പൊ എത്ര റീൽ ഇതിനകം ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നാട്ടുകാർക്കറിയാം, കാരണം ഞാനിതൊന്നും കാണാറില്ല. ദ കമ്പനി ഹാഡ് സെഡ്, അവർ വരുന്ന അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണ്. ദ കമ്പനി ഹാഡ് സെഡ് ദ പ്രോജക്ട് വുഡ് ടേക്ക് ഇറ്റ്സ് ടോട്ടൽ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ക്ലോസ് ടു 1 MTU. നമ്മളെ പോലെ തന്നെയാണ്. ഒരു ഫസ്റ്റ് ഫേസ്, നമ്മുടെ ഫസ്റ്റ് ഫേസ് പോലെ 10 ലക്ഷം കണ്ടെയ്നറാണ് അവർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ക്ലോസ് ടു 1 MTU alongside operation at the new Mangalore container terminal on the west coast. അവർക്ക് JSWക്ക് ഇപ്പുറത്ത്, നമ്മുടെ തൊട്ടടുത്ത് മംഗലാപുരത്ത് ഒരു ടെർമിനലുണ്ട്, ന്യൂ മാംഗ്ലൂരിലെ ഒരു ടെർമിനലുണ്ട്. അപ്പൊ എന്തായാലും 10 ലക്ഷമാണ് അവരുടെ ടാർഗറ്റ്. അപ്പൊ നമ്മളെ പോലെ 1ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നത് പോലത്തുള്ള സൗകര്യങ്ങൾ. പക്ഷെ എന്തുമാത്രം പ്രയാസമാണെന്ന് നോക്കണം അവർക്ക്. കടലിൽ നിന്ന് 203 കിലോമീറ്റർ ഉള്ളിൽ. അപ്പൊ ഇവിടെ വരുന്നത് പോലുള്ള വൻകിട കപ്പലുകൾക്കൊന്നും പോകാൻ പറ്റില്ല. താരതമ്യേന ചെറിയ കപ്പലുകളാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന കപ്പലുകളിൽ നിന്നാണ് അവര് 10 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. 8 മാസത്തിനുള്ളിൽ അവര് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള അവരുടെ ഗേറ്റ് തുറക്കാനുള്ള പെർമിഷൻ അവർ നേടിക്കഴിഞ്ഞു. നമ്മുടെ ഗേറ്റ് തുറക്കേണ്ടത് ആരാണ്? ഈ മുഖ്യമന്ത്രിയോ മന്ത്രിയോ പോർട്ട് മന്ത്രിയോ ഒന്നും വരേണ്ട ആവശ്യമില്ല ഇതിന്. ഈ ഇടവേളയിൽ, മന്ത്രിമാരാരുമില്ലാത്ത ഇടവേളയിൽ വേണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഈ കർത്തവ്യം നിർവഹിക്കാമായിരുന്നു. അവർ മന്ത്രിമാരെക്കാൾ ആരാണ് എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക.